ഹലോ ഗൈസ്, ഇന്നത്തെ ഇൻട്രോ പുറത്തുനിന്നാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നൊരു കുറച്ച് വൈകി എഴുന്നേറ്റൊരു ദിവസമാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകി എഴുന്നേറ്റത് കൊണ്ട് തന്നെ നമുക്ക് മുറ്റടിക്കൽ വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. കാരണം അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, മുറ്റടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുറ്റടിക്കാനായി ചൂലെടുത്ത് ഇറങ്ങിയതാണ്. സത്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ മുറ്റ അടിച്ചാലും തീരില്ല. 4 ഭാഗത്തും ഒരുപോലെ മുറ്റാണ് കേട്ടോ. ചെറുപ്പം മുതലേ മുറ്റടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മുറ്റത്ത് എന്തെങ്കിലും കരിയിലൊക്കെ വീണാൽ എനിക്ക് അപ്പം അടിച്ച് വൃത്തിയാക്കണം. ചെറിയൊരു OCD പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, മുറ്റത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. വാതിക്കലെ ഭാഗമൊക്കെ അടിച്ചു കഴിഞ്ഞതാണ്. എപ്പോഴും ഈ ഒരു ഭാഗം അടിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്താറ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗം കാണിക്കാമെന്ന്. പക്ഷേ ഇവിടെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മേലെ നിന്ന് മാത്രം ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര തിരക്ക് പിടിച്ചിട്ടുള്ള ദിവസമാണെങ്കിലും രാവിലത്തെ അഡീഷണൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കിങ്ങിന് കയറാറുള്ളൂ. അപ്പോൾ അഡീഷണൽ ക്ലീനിങ് എന്ന് വെച്ചാൽ മുറ്റടി, തുടക്കുക, അടിച്ചു വരിക, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കാര്യം ചെയ്തതാണ്. ഈ ഒരു കാലാവസ്ഥയിൽ മുറ്റത്ത് അത്യാവശ്യം കരിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂട്ടി കത്തിക്കലാണ് അടുത്ത എൻ്റെ പരിപാടി കേട്ടോ. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കുറച്ച് കാലമായിട്ട് എനിക്ക് ക്ലീനിങ് അത്ര കാര്യമായിട്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സമയം കണ്ടെത്തി ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൗ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യാറില്ല. കാരണം നമുക്ക് ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടുപ്പിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ ഗ്യാസ് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇന്ന് ഫുള്ളൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ചില ദിവസം നമ്മളത് സ്കിപ്പ് ചെയ്താൽ പിറ്റേ ദിവസം നമുക്ക് എടുത്താൽ തീരാത്ത പണിയായിരിക്കും. അതുപോലത്തെ ഒരു പണിയുള്ള ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. എവിടുന്ന് തുടങ്ങണോ എങ്ങനെ തുടങ്ങണോ എന്നുള്ള യാതൊരു നിശ്ചയവും ഇല്ല. എല്ലാ പണിയും ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, അതൊക്കെ ഇന്ന് ചെയ്യാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു പ്ലാനും ചെയ്യാണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിനും സമയം കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ. പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യാനും പറ്റും. ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനുമാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് പ്ലാൻ ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം. അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു സ്റ്റൗ ക്ലീൻ ചെയ്യൽ. അതും കഴിഞ്ഞു. അടുത്ത നമ്മുടെ പണി അലക്കാനുള്ള തുണി വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഇടലാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അലക്ക അവിടെ കഴിയും. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വിഷുവോടനുബന്ധിച്ചിട്ടുള്ള വലിയൊരു ക്ലീനിങ് ബാക്കിയുണ്ട് കേട്ടോ. വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിടണം. അത് ഞാൻ വലിയൊരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടി വരും. കാരണം സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതെന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ വിഷുവിൻ്റെ മുമ്പ് തന്നെ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അകത്ത് അലക്കേണ്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരിക. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് മീനില്ല, കുറച്ച് പലചരക്ക് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അരിക്ക് വെള്ളമിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിറകടുപ്പിലാണ്. കാരണം അത്യാവശ്യം വിറകും തീയൊക്കെ ഉണ്ട്. അതുമല്ല ഗ്യാസ് നമുക്ക് 45 ദിവസം വേണം ബുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അടുപ്പിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മീനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. പിന്നെ എല്ലാം സെറ്റാക്കി കൊടുത്താൽ നമുക്ക് ഓരോന്നാവുമ്പോൾ തന്നെ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. പെട്ടെന്നാവും കേട്ടോ. കഴിഞ്ഞ എൻ്റെ 2-3 വീഡിയോൻ്റെ അകത്ത് വളരെ മോശമായിട്ടുള്ള 2-3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനത്തെ കമൻറ്റ് ഇടുന്നതെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അങ്ങനത്തെ കമൻറ്റ് കണ്ടാൽ ഈ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ആക്കുന്നതായിരിക്കും. നമ്മളെ വീഡിയോ പലരും കാണുന്നതാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസൊക്കെ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി നെഗറ്റീവ് കമൻ്റ് ഒന്നും ഇടാതിരിക്കുക. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് അറിയില്ല. വളരെ മോശമായിട്ടുള്ള കമൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് അപ്പം തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞേ ഉള്ളൂ. നമ്മളൊരു ഫാമിലി പോലെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചത് ഈ ഒരു ഗ്യാസിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അടുപ്പിൽ വെച്ചാൽ പലപ്പോഴും കരിഞ്ഞു പോകാറുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അല്ലെങ്കിൽ മീൻ എപ്പോഴും ചെറു തീയിൽ വേവിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അടുപ്പിൽ വെക്കുമ്പോൾ തീ നല്ലപോലെ ഉണ്ടാകുമ്പോൾ മീൻ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഗ്യാസിൽ വെച്ചു. ഇനി നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ മുറിച്ചിടുകയാണ്. ഇപ്പം മാങ്ങ ഉള്ളത് കൊണ്ട് നമ്മൾ മീൻ കറീൻ്റെ അകത്ത് പുളിപ്പിന് മാങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. പുളി അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ മാങ്ങ മുറിച്ചിട്ട് നമ്മൾ മീൻ കറി വെക്കുകയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മാങ്ങ ഇട്ട മീൻ കറിക്ക്.
ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ പണികൾ ഞാൻ ഈസി ആക്കാൻ വേണ്ടി തേങ്ങ എപ്പോഴും നേരത്തെ അരച്ച് വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും ഗ്രൈൻഡറിനകത്ത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറിക്ക് വേണ്ടി നമ്മൾ ഈ ഒരു തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. 2 ദിവസമാണ് നമ്മൾ തേങ്ങ അരച്ചാൽ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ അരച്ച് വെച്ചാൽ. പണി കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇന്ന് അമ്മ വീട്ടിലുണ്ട്. അപ്പോൾ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ അവളാണ് മുറിച്ച് തന്നത്. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് വോട്ട് ചെയ്യാൻ പോകേണ്ടതുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ പണി തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഉപ്പേരിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പച്ചക്കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കറി അടുപ്പിൽ വെക്കാനുണ്ട്. അരി ഏകദേശം വേറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മൾ മീൻ കറിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച തേങ്ങ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാളേക്ക് അരക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് സെറ്റാക്കുകയാണ്. പിന്നെ ഞാനും അമ്മ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ പണിയൊക്കെ കഴിയാൻ വേണ്ടി. ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അങ്ങനെ മീൻകറി അടുപ്പിൽ വെച്ച് വെവാറായി. ഇനി അത് ഇറക്കി വെക്കണം. ഇങ്ങനെ കുറച്ചൊന്ന് വറ്റിയിട്ടാണ് നമ്മൾ ഇറക്കി വെക്കാറ് കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നായിട്ട് മേശേൻ്റെ മുകളിൽ എടുത്തു വെക്കലാണ് നമ്മുടെ പണി. അപ്പോൾ മീൻ പൊരിച്ചത് ഇതാ നമ്മൾ മേശേമിൽ എടുത്തു വെക്കുകയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വറവ് കഴിക്കാനുണ്ടായിരുന്നു. മീൻ കറിയും പച്ചക്കറിയും ഒക്കെ അത് കഴിച്ചു കൊടുക്കുകയാണ്. അടുപ്പിൽ നല്ല തീയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു ഗ്യാസിൽ വെക്കണ്ട, ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ വറവൊക്കെ കഴിക്കുകയാണ്. ഇനി ചോറൊക്കെ എടുത്തു വെക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കിച്ചണൊന്ന് ക്ലീനാക്കി ഇടണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വോട്ട് ചെയ്ത് വരാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ പിന്നെ സമാധാനത്തോടെ മെല്ലെ മടങ്ങി വരാമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മീൻ കറി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചക്കറിക്ക് വറവ് കഴിക്കണം, പിന്നെ ഉപ്പേരി വെക്കണം. അങ്ങനത്തെ കുറച്ച് പണികളെ ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയിൽ റെഗുലറായിട്ട് ചിക്കൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഈ തിരക്കുള്ള ദിവസമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചിക്കനൊക്കെ സെറ്റാക്കി ഈ ഒരു അടുപ്പിൽ തന്നെ വെച്ച് വേവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു, അവൾ സവാളയൊക്കെ അരിഞ്ഞിട്ട് തന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ അതും കൂടി ആക്കിയിട്ട് പോകാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാരറ്റാണ് നമ്മളിന്ന് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ക്യാരറ്റൊക്കെ അവൾ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു തീയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ചീനച്ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ക്യാരറ്റ് കുറച്ച് വേവുള്ള സാധനമാണല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ കറി റെഡിയാക്കുകയാണ്. തിരക്കുള്ള ദിവസം ഞാൻ അധികം പാത്രങ്ങൾ അങ്ങനെ നിരത്തി വെക്കാറില്ല. ഓരോന്ന് കഴിയും തോറും അതങ്ങ് ഒഴിച്ചു വെക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം തന്നെ വീണ്ടും ഉപയോഗിക്കാമല്ലോ. അങ്ങനെ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കാനുണ്ട്. അപ്പം നമുക്ക് ചീനച്ചട്ടി ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പേരി ഉള്ളത് കൊണ്ട് അത് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതിൻ്റെ അകത്ത് ചിക്കൻ കറി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ പാത്രം എടുക്കുമ്പോൾ ഒരുപാട് പാത്രം കഴുകാനുണ്ടാവും. അങ്ങനെ ഒരേ സമയം അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്ന് കഴിയും തോറും ഓരോന്ന് ഒഴിച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പണികൾ കുറച്ച് കുറയും. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. കിച്ചൺ പണി ഈസിയാക്കാൻ വേണ്ടി കുറച്ച് ടിപ്സ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്താണ് പലതും പഠിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ച ഒരു കാര്യമാണ് പാത്രങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടും. പിന്നെ ഓരോന്ന് ആവുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഒഴിച്ച് വെച്ചാൽ നമുക്ക് വലിയൊരു പണി കഴിഞ്ഞ പോലെ തോന്നും. അല്ലെ ഒരുപാട് പാത്രങ്ങൾ ഒന്നിച്ച് കഴുകാനുണ്ടാവും. ഇപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഓരോന്നും കറിയൊക്കെ ആയ അപ്പം തന്നെ ഒഴിച്ച് പാത്രത്തിലാക്കി നമ്മൾ മേശേൻ്റെ മുകളിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എല്ലാം ആയതിനു ശേഷം എടുത്ത് വെച്ച് നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. ഇനി നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരാണ് ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത്. അവിടുന്ന് ബൂത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. തിരക്കൊന്നുമില്ല, ഇപ്പോൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാമെന്നുള്ളത്. അപ്പോൾ നല്ല വെയിലായിരുന്നു. 3 മണി ആകുമ്പോൾ വെയിൽ കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് ഇറങ്ങിയത്. പക്ഷെ നല്ല വെയിലായിരുന്നു.
കുട എടുക്കാത്തത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ 4 പേരും ഒരു വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കേണ്ടി വരും. അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി. വിഷു ഒക്കെ വരികയല്ലേ, അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷീബേച്ചിക്കൊരു മാക്സി മാറ്റാനുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനാണ്. നമ്മുടെ എപ്പോഴും ഓണത്തിനും വിഷുവിനൊക്കെ നമ്മളിവിടെ വന്നിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാറ്. അപ്പോൾ കുറച്ച് കോഡ് സെറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു, പക്ഷേ എനിക്കങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല. പിന്നെ പുതിയ മോഡൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരണമെന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വാങ്ങിച്ച് പിന്നെ വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങളൊരു കടയിൽ കയറി. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. അതായത് മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ വെള്ളവും പിന്നെ സോഡയൊക്കെ ചേർത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ 3 മണിക്ക് പോയ ഞങ്ങൾ 5 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് എന്തായാലും ക്ലീനിങ് ചെയ്യാതെ ഇന്ന് ഉറങ്ങാൻ പറ്റില്ല, അത്രക്കും ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ക്ലീനിങ് ഇല്ലേ, അടിച്ചു വാരലും തുടക്കലും, അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ട്, അത് അടുത്ത ദിവസം തന്നെ ചെയ്യണം. അപ്പോൾ ആകെ അടിച്ചൊക്കെ വാരി പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മുട്ടിയിടാമെന്ന് വിചാരിച്ചു. രാവിലെ ഇപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല, അപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കുകയാണ് കേട്ടോ. പിന്നെ വൃത്തിയാക്കാൻ പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ തോന്നുന്ന സമയത്താണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ പലപ്പോഴും രാത്രിയായി പോകാറുണ്ട് ക്ലീൻ ചെയ്ത്. അപ്പോൾ ഇന്ന് ഞാൻ രാത്രിയാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ ബെഡ്ഷീറ്റൊന്നും മുട്ടി വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പറയുന്നത് പോലെ രാവിലെ ബെഡ്ഷീറ്റൊക്കെ മുട്ടി വിരിച്ച റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം സ്കൂളില്ലാത്തത് കൊണ്ട് വൈകിയാണ് എഴുന്നേൽക്കുക. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കുക ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടിയൊക്കെ വിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബെഡ്ഷീറ്റ് തന്നെ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചു. അത്ര പെരങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തുടക്കലിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അധികം ലേഖടിപ്പിക്കുന്നില്ല, ഒരുപാട് ഭാഗമൊന്നും തുടക്കുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരേ കാര്യങ്ങൾ തന്നെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ച് അടിപൊളിയാക്കി ഇടുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റ് നല്ല വൃത്തിക്ക് വിരിച്ചാൽ തന്നെ റൂമിന് ഭയങ്കര വൃത്തിയായിരിക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു വാരി തുടച്ചും കൊടുക്കുന്നുണ്ട്. അതുമാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. പിന്നെ കാര്യമായിട്ടൊന്നും നമ്മളിന്ന് ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യുന്നില്ല, മെയിനായിട്ട് തുടക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലപോലെ വെള്ളം കൂട്ടി ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് എത്ര സമയമില്ലെങ്കിലും വീട് അത്യാവശ്യം ഞാൻ ക്ലീനാക്കി ഇടാറുണ്ട്. എല്ലാം ഒന്ന് അടിച്ചു വാരി അടക്കിപ്പെറുക്കി വെക്കും. അതാണ് വളരെ തിരക്കുള്ള ദിവസം ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ അല്ലാത്ത ദിവസം ഞാനൊന്ന് അടക്കിപ്പെറുക്കി വെച്ചിട്ട് ഒന്ന് തുടച്ചും കൊടുക്കും. എന്നാൽ തന്നെ വീട് നല്ല വൃത്തിക്ക് കിടക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂം മാത്രം തുടക്കുന്ന വീഡിയോ ആണ് ഞാനിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മൊത്തം തുടച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കുന്നില്ല. അതും കൂടി കാണിക്കുമ്പോൾ വീഡിയോ വല്ലാണ്ട് ലോങ് ആയി പോവും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ബോറടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു റൂം വൃത്തിയാക്കുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വലിയ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇതിൽ നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങൾ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്. അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.